നമസ്കാരം. എൻ്റെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു പാട്ട് അതിൻ്റെ താളം മറക്കാതെ മിക്കപ്പോഴും എൻ്റെ മനസ്സിൽ എത്താറുണ്ട്. കാര്യം അത് മാർത്തോമാ ശ്ലീഹായെ സ്തുതിക്കാൻ വേണ്ടിയുള്ള പാട്ടാണെങ്കിലും അതിലെ വരികളിൽ തികഞ്ഞ ദേശീയതയുണ്ടായിരുന്നു. ഭാരതമേ നിൻ രക്ഷ നിൻ കൈകളിൽ, ആർഷപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ഈ പാട്ട് ആ ദേശീയത കൊണ്ട് ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട്. ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെ ആ പാട്ട് പലതവണ എൻ്റെ മനസ്സിൽ വന്നത് ജോൺ ബ്രിട്ടാസിന് സൈബർ കമ്മികൾ കൊടുക്കുന്ന കൈയടിയും സ്വീകാര്യതയും ഒക്കെ കണ്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പാടാൻ തോന്നി, CPM നിൻ രക്ഷ ഈ കൈകളിൽ. CPM അത്ര ഗതികെട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ 28 വർഷം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തതുകൊണ്ട് ഈ കാലയളവിൽ പാർട്ടിക്ക് കൊള്ളാവുന്ന ഒരു നേതാവ് പോലും ഉണ്ടായില്ല. ഉണ്ടായവരെയൊക്കെ പിണറായിസ്റ്റുകളാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ പിണറായിക്ക് പകരം ഒരാളെ അവർക്ക് പ്രതിഷ്ഠിക്കാനേ ഇല്ല. CPMന്റെ സെക്രട്ടേറിയറ്റ് നോക്കുക, എല്ലായിടത്തും നോക്കുക, പാർട്ടിക്ക് പറ്റിയ ഒരു നേതാവേ ഇല്ല. പിന്നെയുള്ളത് പിണറായിയുടെ സമകാലികരായ അല്ലെങ്കിൽ പിണറായിയുടെ കാലത്ത് കുറച്ച് വയസ്സ് വ്യത്യാസം മാത്രമുള്ള ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെയുള്ള MA ബേബിയെ പോലുള്ളവരാണ്. അവരെയൊക്കെ മുമ്പിലിറക്കി ഈ പാറ്റകളുടെ കാലത്തൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ സഖാക്കളുടെ മനസ്സിലെ ഒരു ആശയമാണ് ജോൺ ബ്രിട്ടാസ് മുമ്പോട്ട് വരട്ടെ എന്നത്. കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിലും ഒരു പിണറായിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ജോൺ ബ്രിട്ടാസിന്റെ മുഖം ടിപ്പിക്കൽ CPMകാരുടെ മുഖമേ അല്ല. ജോൺ ബ്രിട്ടാസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ടിപ്പിക്കൽ SFI DYFI രാഷ്ട്രീയവുമല്ല. ജോൺ ബ്രിട്ടാസ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏത് കുറ്റിച്ചൂല്ലെ നിർത്തിയാലും ജയിപ്പിക്കാൻ കഴിയുന്ന ഇരിക്കൂർ മണ്ഡലത്തിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. പുലിക്കുരുമ്പ എന്ന് പറയും. ആ ഗ്രാമം എന്ന് പറയുന്നത് പക്കാ മലയോര ഗ്രാമമാണ്. പിന്നെ കാടാണ്, കർണാടകയാണ്. അവിടെ നിന്ന് CPMകാരനാവുക, CPMന്റെ ഒരു സവിശേഷതകളും ഇല്ലാതെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലെത്തി കേന്ദ്ര കമ്മിറ്റി വരെ എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഓർക്കണം, P ജയരാജന് പോലും സംസ്ഥാന കമ്മിറ്റിയിലെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വെട്ടും കുത്തുമൊക്കെ ഏറ്റ് പ്രവർത്തിക്കുന്ന P ജയരാജൻ ആകെപ്പാടെ എത്തപ്പെട്ടിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയില്ല. അവിടെയാണ് ജോൺ ബ്രിട്ടാസ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്നത്. രാജ്യസഭാംഗമാണ്. അതേസമയം ജോൺ ബ്രിട്ടാസ് കൈരളിയുടെ MD എന്ന പദവി തുടരുന്നു. എത്രയോ കാലമായി മാധ്യമ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായത്. അതായത് ഒരു മുഴുവൻ സമയ തൊഴിലിനിടയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും രാജ്യസഭാംഗമൊക്കെ ആയ ഏക വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖം CPMന് രക്ഷയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. ഞാൻ ആ ഒരു ഐഡിയോളജിയെ തള്ളിക്കളയുന്ന ആളല്ല. CPMന് മുഖം എനിക്കേ മതിയാവൂ. അവർക്ക് നല്ലൊരു മുഖം കണ്ടെത്താനില്ല. അവർക്ക് പറ്റിയ മുഖം തന്നെയാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസിനെ പോലുള്ള സുന്ദരനായ, എപ്പോഴും പുഞ്ചിരിക്കുന്ന, നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാവുന്ന, കൃത്യസമയത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അറിയാവുന്ന ഒരാൾ CPMന്റെ നേതൃനിരയിലേക്ക് വന്നാൽ പാറ്റകളെ കൂടി സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലക്ഷ്യം നല്ലതാണ്. ഈ ഒരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം ബ്രിട്ടാസ് ഇന്നലെ നല്ല ഭംഗിയായി ഡൽഹി AKG ഭവനിൽ ഒരു പട്ടി ഷോ നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. പട്ടി ഷോ എന്ന് വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന്റെ ഒരു ടൈമിംഗ് കണ്ടിട്ട് ഒരുപക്ഷെ CPMും ഡൽഹി പോലീസിലെ ചില കമ്മികളുമായി ചേർന്നൊരുക്കിയ ഒരു നാടകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നോക്കൂ, 2021 ഒരു കേസിന്റെ പേരിൽ ഡൽഹി പോലീസിലെ 2 പോലീസർ, ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനും ഒരു വനിതയും അങ്ങോട്ട് എത്തുകയാണ്. അവരവിടെ എത്തിയ ഉടൻ തന്നെ ബ്രിട്ടാസ് പാർലമെന്റിൽ നിന്നും കുതിച്ചെത്തുന്നു. ആ സമയത്ത് ബ്രിട്ടാസ് പറയുകയാണ്, നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे बार्जिन करने के लिए आपको किसने दिया? आपको इस तरह की कीमत है? बार्जिन तो किया ही नहीं. और क्या? You should ask the permission to come and stand here. What's your good name? Mr. Rajneesh. See, how did you have this himmat, courage to come and get inside? ना मेरे को बताना है. ना बता दीजिए, जानना पड़ेगा ना. Just tell me what is it. And what is his case about? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Listen, tell me. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിലേക്ക് എങ്ങനെ വരാൻ ഡൽഹി പോലീസിന് ധൈര്യമുണ്ടായി ചോദിക്കുകയാണ്. പാറ്റ സമരവുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ. 2021 ഒരു കേസിൽ വാറണ്ട് ഉണ്ടായിരുന്നു, കോടതിയിൽ ഹാജരായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ആ വാറണ്ട് നടപ്പിലാക്കാൻ പോലീസ് എത്തിയത്. ബ്രിട്ടാസ് എന്തായാലും ഷോ കാണിച്ചു. ആ പോലീസുകാരി വിനയാന്യതയായി സമ്മതിച്ചു, തെറ്റുപറ്റി, മഴയായതുകൊണ്ടാണ് ഞാനിനി യൂണിഫോം ഇട്ടുകൊണ്ട് വരാമെന്ന് തിരിച്ചുപോയി. ഇത്രയും മതി. ഈ സമയത്ത് സകല ചാനലുകൾ അവിടെയുണ്ട്. എല്ലാവരും ആവേശത്തോടുകൂടി ബൈറ്റ് എടുക്കുന്നു. ബ്രിട്ടാസ് വിജയശ്രീലാൾ ഇതിനായി മറുപടി പറയുന്നു. ഡൽഹി പോലീസിനെ കിടുകിട വിറപ്പിച്ച് ജോൺ ബ്രിട്ടാസ് എന്ന പേരിൽ
അപ്പോൾ തന്നെ ക്യാപ്സ്യൂളുകൾ, വാർത്തകൾ, ബുള്ളറ്റുകൾ ഉണ്ടാവുന്നു. മാധ്യമങ്ങൾ മുഴുവൻ, പത്രങ്ങളിലും ചാനലും എല്ലാം വാർത്ത വരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കമ്മി പ്രൊഫൈലുകളിൽ ബ്രിട്ടാസ് ഒരു സൂപ്പർ ഹീറോയായി അവതരിക്കുകയാണ്. CPM ഹാൻഡിലുകൾ ജോൺ ബ്രിട്ടാസിനെ സൂപ്പർ ഹീറോയാക്കി മാറ്റിയ ഈ പോസ്റ്റുകൾ കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നിയത് എനിക്കാണ്. കാരണം ബ്രിട്ടാസിനോട് എക്കാലത്തും ആദരവും ബഹുമാനവും ഉള്ള ഒരാളാണ് ഞാൻ. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടും ഞാൻ ബ്രിട്ടാസിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പിണറായിയുടെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചത് ബ്രിട്ടാസാണ് എന്ന പരാതി മാത്രമേ എനിക്ക് ബ്രിട്ടാസിനോടുള്ളൂ. കാരണം പിണറായിയുടെ ഈ മുഖം മാറ്റിയെടുത്തത്, പിണറായിയെ രക്ഷകനാക്കി മാറ്റിയത്, ഇതെല്ലാം ബ്രിട്ടാസിന്റെ കൃത്യമായ നീക്കമായിരുന്നു. ബ്രിട്ടാസിനെ മാറ്റി പകരം നികേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് അതിദയനീയമായി വീഴ്ച സംഭവിച്ചത്. ഒരുപക്ഷെ ഈ വീഴ്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്രിട്ടാസ് ഒഴിഞ്ഞു പോയതാവാം. അതെന്തുമാവട്ടെ, ഈ ബ്രിട്ടാസിനെ CPM ഒറ്റ ഒരുത്തിന് കണ്ടുകൂടായിരുന്നു. ബ്രിട്ടാസ് വളഞ്ഞ വഴിയിലൂടെ കയറി എന്ന പരാതിയായിരുന്നു എല്ലാവർക്കും. ബ്രിട്ടാസ് കൈരളി ചാനലിന്റെ MD ആയതുപോലും പിണറായിയുടെ താല്പര്യപ്രകാരം ദേശാഭിമാനി ഡൽഹിയിൽ ബ്യൂറോയിൽ ജോലി ചെയ്യുക. ബ്രിട്ടാസിനേക്കാൾ സീനിയറായ ഒരുപാട് പേരുണ്ട്. പക്ഷേ ബ്രിട്ടാസിനെ പിണറായി വിജയൻ പിക്ക് ചെയ്ത് കൈരളിയുടെ MD ആക്കുന്നു. അതിനുവേണ്ടി ഏഷ്യാനെറ്റിലേക്ക് കുറച്ചുകാലം ട്രെയിനിങ്ങിന് വിടുന്നു. ഇതൊക്കെ വന്നപ്പോൾ മുതൽ ബ്രിട്ടാസിനെതിരെ ദേശാഭിമാനിയിലും ചിന്തയിലും കൈരളിയിലും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു. 2016 ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിക്കപ്പെടുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ സുപ്രധാന പദവിയിലിരുന്ന PM മനോജൊക്കെ അസ്വസ്ഥത കൊണ്ട് നീറുകയായിരുന്നു. മനോജിന്റെ നേതൃത്വത്തിലുള്ള ദേശാഭിമാനി സംഘമാണ് അക്കാലത്ത് ബ്രിട്ടാസിനെതിരെ വാർത്തകൾ ഞങ്ങൾക്ക് എത്തിച്ചേർന്നിരുന്നത്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നുമൊക്കെ ധാരാളം വാർത്തകൾ ബ്രിട്ടാസിനെതിരെ കൊടുക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ പിണറായിക്കെതിരായതുകൊണ്ട് ബ്രിട്ടാസിനെതിരെ വാർത്ത കൊടുക്കുമെന്ന് കരുതി ധാരാളം പേർ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. CPM നേതാക്കൾക്ക് ആർക്കും കണ്ടുകൂടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ബ്രിട്ടാസിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ ചോദിക്കുമായിരുന്നു. ആ പാർട്ടി നേതാക്കളും അണികളുമൊക്കെ ഇപ്പോൾ ബ്രിട്ടാസിന് വേണ്ടി നിലകൊള്ളുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷവും ചെറുതല്ലാത്ത അഭിമാനവും തോന്നാറുണ്ട്. കാരണം ബ്രിട്ടാസ് ആണ് CPM പുതിയ മുഖമെന്ന് അന്നേ വിശ്വസിച്ച ആളാണ് ഞാൻ. ബ്രിട്ടാസിന് കൃത്യമായ രാഷ്ട്രീയം അറിയാം. അതുകൊണ്ടാണ് ഇനി ബ്രിട്ടാസ് അടുത്ത ലെവലിലേക്ക് മാറുമ്പോൾ എതിർപ്പൊക്കെ മാറി. ബ്രിട്ടാസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആദ്യകാലത്ത് CPM ഉള്ളിലെ എതിർപ്പ് മാറ്റുകയായിരുന്നു. അതൊക്കെ മാറി. പിണറായി വെറുക്കപ്പെട്ടവനായിട്ടും ബ്രിട്ടാസ് സ്വീകാര്യനാണ്. പിണറായി ഈ കസേരയിൽ കൊണ്ടിരുത്തിയത് ബ്രിട്ടാസാണ്. പക്ഷേ ബ്രിട്ടാസിനോട് ആർക്കും എതിർപ്പില്ല. കാരണം സ്വീകാര്യമായ ഒരു മുഖം ഈ CPM എന്ന പാർട്ടിക്ക് ഇപ്പം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടാസിലേക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നതും സകലരും ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടാസ് സ്തുതികൾ നടത്തുന്നതും. എന്തായാലും ഇത് പട്ടിഷോ തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. കാരണം യൂണിഫോം ഇട്ടുകൊണ്ട് വരണം എന്ന് എവിടെയെങ്കിലും നിബന്ധനയുണ്ടോ? ബാഡ്ജില്ല, യൂണിഫോം ഇല്ല, ചോദിക്കുന്നത് കേട്ടില്ല. And you are also police. Sir, date No, of... I am asking. You are also Yes. you don't have a uniform. I went for... No. I am asking Sir, a straight please, question to you. please. You are part of the Delhi police. Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Sir, आज You मैं- are not Sir, answering my सुन- question. I am a lawmaker. I am a parliament member. मैं आपको एक्सप्लेन कर रही हूँ, Why? please. Tell me. आज मेरा हाई कोर्ट मैटर था. Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, I have no- काफी बारिश थी, इसके वजह No, से no, मेरी no, 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 no. यूनिफॉर्म No, no. भीग चुकी थी. Please जो listen कि to- अभी भी थाने में No, भीगी please हुई listen है. to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yeah. I would request you to go back, have your uniform, Okay. come with your badge. Okay. Okay. ठीक है. ചോദിക്കുന്നത് എന്തൊക്കെയാണ്? യൂണിഫോം എവിടെ, നെയിം ബാഡ്ജ് എവിടെ, ഔദ്യോഗിക വാഹനം എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നും കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ കാലത്ത് ഇതെല്ലാം പാലിച്ചാ ജീവിച്ചതെന്ന്. മറുനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് പിണറായി അധികാരമൊഴിയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പനും അമ്മയുമായി ഞാൻ തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നുള്ള എൻ്റെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പോലീസ് സംഘം വന്ന് എന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ഏതൊരു കള്ളക്കേസിന്റെ പുറത്ത്. പരാതിക്കാരൻ ആരാണെന്ന് പോലും എന്നോട് പറയുന്നില്ല, ഉടുപ്പിടാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല. എന്നെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയ പോലീസ് സംഘത്തിൽ യൂണിഫോം ഇട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ഒരു വനിതാ പോലീസുകാരി ഉണ്ടായിരുന്നു, നിരവധി പേരുണ്ടായിരുന്നു. ഇവർക്കാർക്കും യൂണിഫോം ഉണ്ടായിരുന്നു. ഇവർ നേരെ കതകിൽ തട്ടി രാത്രി എൻ്റെ വീട്ടിൽ കയറുക. അതെന്താ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ മാത്രം യൂണിഫോം ഇട്ടേ കയറാൻ പറ്റുള്ളൂ? ഏത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക്, അവൻ കിടന്നുറങ്ങുന്ന, അവൻ ജീവിക്കുന്ന വീട്ടിലേക്ക് യൂണിഫോം ഇല്ലാതെ പോലീസുകാർക്ക് ഇടിച്ചു കയറാമോ? അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പോലീസുകാരന് യൂണിഫോം ഉണ്ടായിരുന്നില്ല. ഞാനന്ന് അവിടെ ചെല്ലുമ്പോൾ സൈബർ പോലീസ് സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന അന്ന് ആ സ്റ്റേഷനിലുള്ള ACP, അയാൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. അയാൾ ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ്. യൂണിഫോം വേണ്ടേ? അതെന്താ ബാധകമില്ലാത്ത? മറുനാടൻ ഓഫീസിൽ എത്രയോ തവണ പോലീസുകാർ വന്നിരിക്കുന്നു. ഇവരെല്ലാം യൂണിഫോമിലാണ് വന്നത്. ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് നടത്താൻ രാവിലെ 10 മണിക്ക് എത്തിയതാ പോലീസ്. ഞാൻ അവിടെ സ്ഥലത്തില്ല. ആ റെയ്ഡ് നടത്തി അവിടുത്തെ കമ്പ്യൂട്ടറും എല്ലാം പിടിച്ചെടുത്തു. പക്ഷെ രാത്രി 1:30 മണി വരെ മനഃപൂർവ്വം അവിടുത്തെ ജീവനക്കാരെ മൊബൈൽ ഫോൺ വരെ പിടിച്ചു മേടിച്ച് അവിടെ തടഞ്ഞു വെച്ചു. അതിൽ മിക്കവർക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. കേരള പോലീസ് യൂണിഫോം ഇല്ലാതെ തന്നെയാണ് നിരപരാധികളെ വേട്ടയാടി. ഇത് അന്നൊന്നും
ബ്രിട്ടാസിനൊരു വേദന ഉണ്ടായിരുന്നില്ല. ഇവിടെ CPM എന്ന് പറയുന്ന കാലഹരണപ്പെട്ട പാർട്ടിയുടെ പണ്ടങ്കാണ്ട് ആരോ മേടിച്ചിട്ട ഒരു ഓഫീസിലേക്ക് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ പിടിക്കാൻ വന്നപ്പോൾ ഇത്രയും വികാരം ഉണ്ടാക്കുന്നു. ഇത് പട്ടിഷോ തന്നെയല്ലേ? ഇത് CPM-ഉം ഡൽഹി പോലീസിലെ കമ്മികളും സംയുക്തമായി ഒരുക്കിയ ഓപ്പറേഷൻ ആണോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. കവിരാജ് നായർ എന്ന് പറയുന്ന ചെന്നൈ IIT-യിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിലെ ചെറിയ ചില കുറിപ്പുകൾ കണ്ടപ്പോൾ ആ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നി. കവിരാജ് ഇങ്ങനെ എഴുതുന്നു: എന്തെല്ലാം കോപ്രായങ്ങളാണ് CPM കാണിക്കുന്നത് എന്ന് നോക്കുക. ഉന്നത നിർദ്ദേശങ്ങളോടുകൂടി വന്നവർ എന്ന് CPM രാഷ്ട്രീയക്കാർ ആരോപിക്കുന്ന പോലീസുകാർ യൂണിഫോമിൽ കൂടിയല്ല വന്നത്. അവർ വന്ന ഉടൻ CPM-ന്റെ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് യൂണിഫോമിൽ അല്ലാതെ വന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ വനിതാ പോലീസുകാർ വളരെ ദുർബലമായ രീതിയിൽ വിശദീകരണം നടത്താൻ ശ്രമിക്കുന്നു. CPM-കാർ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. ഉടൻ തന്നെ ഒന്നും മിണ്ടാതെ പോലീസുകാർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. SFIയുടെ നേതാവ് AKG ഭവനിൽ അറസ്റ്റ് ചെയ്യാൻ ഉന്നത നിർദ്ദേശവുമായി വരുന്ന പോലീസുകാർ ഇങ്ങനെയാണോ പെരുമാറുക? പണ്ട് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച് നശിപ്പിക്കാനായി നാടകം നടത്തിയവരാണല്ലോ CPM-കാർ. അവരുടെ നാടകവും എക്സ്പോസ്ഡ് ആവുകയാണ്. വീണ്ടും കവിരാജ് എഴുതി: ഇനി ഇന്ന് AKG ഭവനിൽ നടന്ന അറസ്റ്റ് ശ്രമം നാടകമല്ല, യഥാർത്ഥ സംഭവമാണെങ്കിൽ ഒരു കാര്യം വളരെ ഉറപ്പാണ്. ഡൽഹി പോലീസൊക്കെ CPM എന്ന പാർട്ടിക്കും AKG ഭവനും ഇത്രയേ വില നൽകുന്നുള്ളൂ. AKG ഭവനിൽ കയറാനും SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാനും ഇത്രയൊക്കെ മതി എന്നാണ് ഡൽഹി പോലീസ് അവർക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം. കവിരാജിന്റെ മൂന്നാമത്തെ പോസ്റ്റ് എങ്ങനെയാണ്: എത്രയോ ജൂനിയർ ആയിട്ടുള്ള 2-3 പോലീസുകാർ AKG ഭവനിൽ ചെന്നതിനെയാണ് എത്രയോ വലിയ സംഭവമായി ഇവർ ചിത്രീകരിക്കുന്നത്. യൂണിഫോം വിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. അതിനെ പല മലയാള ഇടതുപക്ഷ പത്രങ്ങളും കാണിക്കുന്നത് ഡൽഹി പോലീസിനെ വിരട്ടി ഓടിച്ചു എന്നെല്ലാമാണ്. എത്ര അപഹാസ്യരായിരിക്കുന്നു ഇവർ. CPM എന്ന പാർട്ടി തന്നെ രാജ്യത്ത് നാമാവശേഷമായിരിക്കുകയാണ്. അപ്പോഴാണ് SFI എന്ന് ചീള് കേസ്. ഇത്തരത്തിൽ ആളുകൾ പ്രതികരിച്ചു തുടങ്ങാൻ കാരണവും വാസ്തവത്തിൽ ഈ പട്ടിഷോയുടെ വാർത്താ പ്രാധാന്യം കണ്ടിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ മറന്നുപോകുന്നത് ഈ സംഭവത്തിന്റെ പ്രാധാന്യമല്ല, ഇത്രയധികം ഹൈപ്പ് ഈ വിഷയത്തിന് സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ കാരണം. നേരെ മറിച്ച് ഒരു രക്ഷകനെ CPM-ന് വേണം. ആരെ കണ്ടാലും അവർക്ക് രക്ഷകനാണെന്ന് തോന്നും. ഇന്നലെ മുതൽ അവർക്ക് രക്ഷകൻ ബ്രിട്ടാസാണ്. അതിനുവേണ്ടി നിലവിളിയാണ് ക്ഷമിച്ചു കളയുക.